വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ചുണ്ടൻപറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുലുക്കല്ലൂർ ചുണ്ടൻപറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടം നാടിന് സമർപ്പിച്ചു. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി വഴി 3,90,00,000 രൂപ ചിലവഴിച്ചാണ് ആധുനിക നിലവാരത്തിൽ 3 നില കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും കിലയ്ക്കുമാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. സാധാരണക്കാരൻ എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുത്താനും ശാക്തീകരിക്കാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് വിദ്യാലയങ്ങൾ മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുന്നുവെന്നാണ്. ഈ ഗവൺമെന്റ് 5,000-ൽ പരം കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് എൻ്റെ മണ്ഡലത്തിൽ 2 സ്കൂൾ ഇതുപോലെ 3,90,00,000 രൂപ ചെലവഴിച്ച് ഇതേപോലെ തന്നെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട്. 3 നില കെട്ടിടം 2 സ്കൂളിന്റെ പൂർത്തിയാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് 5,000-ൽ പരം കോടി രൂപ ഈ ഗവൺമെന്റ് കാലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാത്രം ഗവൺമെന്റ് ചെലവഴിച്ചതാണ്. ആലോചിച്ച് നോക്കിയേ, ഒരു 10 ഗവൺമെന്റ് കാലത്ത് ചെലവഴിച്ച തുകയുടെ തുല്യമായ തുകയാണ്. ഒരു 10 ഗവൺമെന്റ് കേരളത്തിലെ പുറകോട്ടുള്ള ഒരു 10 ഗവൺമെന്റ് എടുത്താൽ ആ ഗവൺമെന്റിന്റെ കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചിലവഴിച്ച തുക ഒരു ഗവൺമെന്റ് കാലത്ത് ചിലവഴിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ തിരികെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് എത്തിയത്. ഇടയ്ക്ക് സ്കൂളുകൾ കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചൊരു ഘട്ടം രക്ഷകർത്താക്കൾക്ക് ഓർമ്മയിൽ കാണും. അപ്പോൾ നമുക്ക് മികവിന്റെ കേന്ദ്രങ്ങളാക്കി നമ്മുടെ വിദ്യാലയങ്ങളെ മാറ്റാൻ ശ്രമിച്ചതിന്റെ ഗുണപരമായ മാറ്റമാണ് 10-11 ലക്ഷം വിദ്യാർത്ഥികൾ തിരികെ സ്കൂളിലെത്തിയത്. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി, സ്കൂൾ പ്രിൻസിപ്പൽ മനോജ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സാബിറ ടീച്ചർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രിയ, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജു ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസഹാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK മുഹമ്മദ്, ബഷീർ മാസ്റ്റർ, PTA പ്രസിഡന്റ് അസൈനർ, മറ്റ് ത്രിതല പഞ്ചായത്ത് സാരഥികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കിഫ്ബി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സബ് ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ ആദരിച്ചു.